ഉമിൽകോയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ നമുക്ക് ഫലാജൽ മുഅല്ല എന്ന കാർഷിക ഗ്രാമത്തിൽ എത്തിപ്പെടാം. അവിടെ നമുക്ക് ഉമിൽകോയിന്റെ ചരിത്രവും പൈതൃകവും ഒക്കെ തലയുയർത്തി വിളിച്ചു പറയുന്ന ഫലാജൽ മുല്ല ഫോർട്ട് കാണാൻ കഴിയും. പതിനേഴാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ അലാലി ഗോത്രം ഫലാജൽ മുഅല്ലയിലെത്തുകയും കൃഷിക്ക് അനുയോജ്യമായ പ്രദേശമാണെന്ന് മനസ്സിലാക്കി ഇവിടെ സ്ഥിരവാസത്തിനായി തിരഞ്ഞെടുക്കുകയും ചെയ്തതോടുകൂടി ഉമിൽകോയിന്റെ തന്നെ ചരിത്രത്തിന്റെ തുടക്കമായി. ഷെയ്ഖ് അബ്ദുള്ള ബിൻ റാഷിദ് അൽ മുഅല്ലയുടെ ഭരണകാലത്ത് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ ബാഹ്യശക്തികളിൽ നിന്ന് ഈ മരിപ്പച്ചയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 3 വാച്ച് ടവറുകളോടുകൂടി ഫലാജൽ മുഅല്ല ഫോർട്ട് നിർമ്മിച്ചു. തികച്ചും തദ്ദേശീയമായ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഫോർട്ട് നിർമ്മിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ശത്രുക്കളെ പ്രതിരോധിക്കുന്നതിനും ആക്രമിക്കുന്നതിനും സുസജ്ജമായിരുന്നു ഈ ഫോർട്ട് എന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഇതിനുള്ളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മസ്ജിദ്, കാർഷിക വിളകൾ സംഭരിച്ചു വെക്കുന്നതിന് സജ്ജമാക്കിയിട്ടുള്ള മുറികൾ, ജലം സംഭരിച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള കിണർ, ജയിൽ, രാജകുടുംബാംഗങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള മുറികൾ എന്നിങ്ങനെ ആ കാലഘട്ടത്തിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. (2015) റെനോവേഷനും റീസ്റ്റോറേഷനും പൂർത്തിയാക്കി ഫലാജൽ മുഅല്ല മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഇവിടെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പണിയായുധങ്ങൾ, പ്രതിരോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ആയുധങ്ങൾ, അവരുടെ നാണയങ്ങൾ, അവരുടെ നിത്യജീവിതത്തിലെ സാധനങ്ങൾ എന്നിങ്ങനെ എല്ലാം നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ കഴിയും. ഈ ഫോർട്ട് നിർമ്മിക്കുന്നതിന് മുമ്പുള്ള ഫലാജൽ മുഅല്ല ഇതാണ് എന്നാണ് അവിടുത്തെ വാച്ച്മാൻ എന്നോട് പറഞ്ഞത്. സന്ധ്യയായതുകൊണ്ട് തന്നെ അത് ഇറങ്ങി കാണാനുള്ള സാവകാശം ഉണ്ടായില്ല. മറ്റൊരിക്കൽ അത് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്.